പൂജപ്പുര ജയിൽ ഭക്ഷണശാലയിൽ മോഷണം നടത്തിയ പ്രതിപിടിയിൽ പോത്തൻകോട് സ്വദേശി അബ്ദുൽ ഹാദിയാണ് പിടിയിലായത്. ഇയാൾ നേരത്തെ കഫറ്റീരിയയിൽ ജോലി ചെയ്തിരുന്ന തടവുകാരനാണ്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ജയിൽ ഭക്ഷണശാലയിലാണ് മോഷണം നടന്നിട്ടുള്ളത്. എങ്ങനെയാണ് മോഷ്ടാവിനെ പോലീസ് പിടികൂടിയത്? ാണ് പിടികൂടുന്നത്. നേരത്തെ ഇയാളാണെന്ന് സംബന്ധിച്ച ചില സൂചനകൾ ലഭ്യമായിരുന്നു. CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. വിരലടയാളങ്ങൾ പരിശോധിച്ചു. അതിനുശേഷം ഈ അടുത്ത കാലത്ത് ജയിലിൽ നിന്ന് പോയിട്ടുള്ള ആളുകൾക്ക് ഇതിൽ ബന്ധമുണ്ടെന്ന് പരിശോധിച്ചു. അങ്ങനെയാണ് ഏകദേശം ഒരു 12 മുതൽ 15 വരെയുള്ള ഒരു പട്ടിക തയ്യാറാക്കുന്നത്. അതിൽ നിന്നാണ് പിന്നെ കൂടുതൽ അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നത്. ഇയാളിലോട്ട് എക്സാക്റ്റ് ആയിട്ട് എങ്ങനെയാണ് എത്തിയതെന്ന് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പോലീസ് വ്യക്തമാക്കി വരുന്നേ ഉള്ളൂ. എന്തായാലും ചില സൂചനകൾ ഇത്തരത്തിൽ ലഭ്യമാകുന്നു. അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചതിൽ നിന്നാണ് എത്തുന്നതെന്നുള്ള കാര്യങ്ങളിലോട്ടാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാവുകയും ചെയ്യുന്നത്. എന്തായാലും ഈ മോഷണത്തിന് ശേഷം അബ്ദുൽ ഹാദി ഒളിവിൽ പോവുകയായിരുന്നു. തുടർന്ന് തിരുവല്ലയിൽ നിന്ന് പിടികൂടിയ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു മോഷണം തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ഇയാൾ തടവുകാരനാണ്. ഇയാൾ ഈ ഭക്ഷണശാലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകൂടിയാണ്. ആലപ്പുഴയിൽ നടത്തിയ ഒരു മോഷണ കേസിലാണ് ഇയാൾ അറസ്റ്റിലാവുന്നതും പിന്നീട് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് വരികയും ചെയ്യുന്നത്. ആഗസ്റ്റ് 4-ാം തീയതി ഇവിടുന്ന് പുറത്തിറങ്ങും. അതിനുശേഷമാണ് വളരെ പ്ലാൻ ചെയ്ത് ഇവിടെ എത്തി മോഷണം നടത്തുന്നത്. നമ്മളൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇയാൾ മോഷണത്തിന് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ആസൂത്രണം എന്ന് പറയുന്നത് ഏവരെയും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ്. കാരണം ഇയാൾ ഈ ഭക്ഷണശാലയിലെ പുറയിൽ വന്ന് അവിടുന്ന് ഡോറ് ബ്രേക്ക് ചെയ്യുന്നു. അതിനുശേഷം അകത്ത് കയറി അവിടുന്ന് കീ എടുക്കുന്നു. ആ കീ എടുത്തിട്ട് തൊട്ടടുത്തുള്ള സ്ഥലത്ത് ഓഫീസിൽ കയറി അവിടെ നിന്നാണ് ഈ പൂട്ടൊക്കെ തുറന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു അറിവുള്ള ആളാണ് ഇത്തരത്തിൽ മോഷണം നടത്തിയെന്നുള്ള കൃത്യമായ സൂചന കിട്ടിയിരുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിലവിലുള്ള തടവുകാരിൽ ആരെങ്കിലും അല്ലെങ്കിൽ തടവുകാരായി കഴിഞ്ഞിരുന്ന ആരെങ്കിലും പുറത്തുള്ള ആൾക്ക് വിവരം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാകും മോഷണം നടത്തിയെന്നുള്ളത് കൃത്യമായ ഒരു സൂചന ഉണ്ടായിരുന്നു. എന്തായാലും വളരെ മികച്ച രീതിയിലുള്ള അന്വേഷണമാണ് പൂജപ്പുര പോലീസ് ഇതിൽ നടത്തിയത്. എന്തായാലും ദിവസങ്ങൾക്കകം തന്നെ ഇയാളെ പിടികൂടാൻ പോലീസിന് സാധിക്കുകയും ചെയ്തു. പൂജപ്പുര ജയിലിലെ ഭക്ഷണശാലയിലായിരുന്നു മോഷണം. മോഷ്ടാവിനെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയത്. വിവരങ്ങളാണ് സിജോ വി ജോൺ നൽകിയത്.